ഞാൻ പോസ്റ്റ്മോർട്ടം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പീരീഡിലൂടെ കടന്നു പോകുന്ന പല അമ്മമാരും ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആകുന്ന അമ്മമാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. അതായത് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവർ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആകുന്നത്. അപ്പോൾ അവർ സ്ട്രഗിളിംഗ് പീരീഡിലൂടെ കടന്നു പോയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുന്ന എന്ത് കാര്യത്തിനും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് വാല്യൂ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾ ആയിട്ട് വിഷമിക്കുന്ന അമ്മമാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകാതെ വിഷമിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് പേരുടെ വിഷമങ്ങൾ എനിക്ക് നേരിട്ടറിയാം. കാരണം ഞാൻ പ്രഗ്നൻസി പോസിബിൾ ആകാത്ത ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ഷെറി. ഞാൻ 2023-24 ബാച്ച് PDFT സ്റ്റുഡൻ്റാണ്. സൺഡേ ബാച്ചാണ്. ഇതെൻ്റെ ക്ലയൻ്റാണ്. പേര് റാഫി. ഭർത്താവിനെ ക്ലയൻ്റ് ആക്കിക്കൊണ്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത അടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. പാർട്ട് 1 ഇട്ടിരുന്നു. അതിലെ ക്ലയൻറ്റ് എൻ്റെ മോനായിരുന്നു. ഇതെൻ്റെ ക്ലയൻ്റാണ്. പേര് റാഫി. ഇവ ചെയ്തത് ചെസ് വർക്കൗട്ടാണ്. അപ്പം വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മൊബിലിറ്റി എക്സസൈസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെസ്റ്റിംഗ് ആണ്. ഒന്നും പറയണ്ട. മൊബിലിറ്റി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നെക്ക് മൂവ്മെന്റ് ആണ് വരുന്നത്. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. സ്ലോലി ചെയ്യാം. സ്ലോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത് സ്പീഡിൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡാക്കി ഇട്ടതാണ്. നെക്ക് മൂവ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ 1 2 അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കരുത്. നെക്ക് മസിൽസ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മി പണ്ട് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം മമ്മിയുടെ ക്ലയൻസ് ആയിരുന്നു ഞാനും പപ്പയൊക്കെ. അപ്പോൾ പുള്ളിക്കാരി പഠിച്ചിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കുന്നത് പപ്പയുടെ മേത്തും എന്നിലുമാണ്. ആദ്യമായിട്ട് ത്രെഡ് ചെയ്ത് കുറച്ച് കോളായി. പിന്നെ ഹെയർ കട്ട്, പപ്പയുടെ കാലിൽ വാക്സ് ചെയ്തിട്ട് പപ്പയ്ക്ക് വേദനിച്ചതും ഇതൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പഠിക്കുകയായിരുന്നുണ്ടെങ്കിലും പുള്ളിയുടെയും മോൻ്റെയും പ്രാക്ടിക്കൽ ക്ലാസ്സിലുള്ള സപ്പോർട്ട് മാത്രമല്ല, അല്ലാതെ പുള്ളി എനിക്ക് റെക്കോർഡ്സൊക്കെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. കൂടാതെ മോൻ എനിക്ക് വേറെ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പരിചയമുള്ള ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാം. എൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വളരെ ഷോർട്ട് ടൈമിലായിരുന്നു അവിടെ രാവിലെ വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്നൊരു ടെൻഷനാണ്. കാരണം പുള്ളിക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ ഒരു 8:45 ആകുമ്പോഴത്തേനും എനിക്ക് വീട്ടിലെത്തണം. മോർണിംഗ് 5 to 8:30 ആയിരുന്നു എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്ന പുള്ളിയായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ജോലിക്ക് പോയ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ചെറുതുങ്ങൾ ഉറങ്ങില്ല, കരച്ചിൽ, വാശി, എല്ലാ ദിവസവും ജോലിക്ക് പോയി ഇവരും എന്നെ കൊണ്ടാക്കും. ഞാൻ ആ ചെറിയ ചെറിയ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്ട്രഗിളിങ് പീരീഡ് തന്നെ ആയിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ ആദ്യം ആദീനെ കൊണ്ടുവന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ആദീനെ റിട്ടേൺ വീട്ടിലാക്കി കുഞ്ഞുങ്ങളുടെ അടുത്താക്കിയിട്ടാണ് പുള്ളി വരുന്നത്. പിന്നെ ആ ഒരു രീതിയിലൊക്കെ എന്താ പറയുക, റിസ്ക് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കോഴ്സുകൾ, അതായത് എൻ്റെ പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സ്ട്രഗിളിംഗ് പീരീഡിലൂടെ കടന്നു പോയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന, കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുന്ന എന്ത് കാര്യത്തിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് വാല്യൂ ഉണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പം ഒരു പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഞാൻ അനുഭവിച്ചതും അല്ലെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തതും ഞാൻ എടുത്ത റിസ്കുകളൊക്കെ എനിക്കപ്പോൾ വളരെ മധുരമുള്ളൊരു ഓർമ്മയായിരിക്കും. മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു എയിമും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് പിന്നിലുണ്ട് കേട്ടോ. ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് മാത്രമല്ല, ഏകദേശം 3 കോഴ്സോളം ചെയ്തു. ഇതൊരു 1 ഇയർ ഡിപ്ലോമയാണ്. കൂടാതെ ഞാനൊരു 6 മന്ത് ഡിപ്ലോമ, ഒരു 3 ഇയർ ഡിഗ്രി കോഴ്സ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, BCom കഴിഞ്ഞ ആളാണ്. പക്ഷെ ഞാൻ വീണ്ടും അഗെയിൻ ഡിഗ്രി എടുത്തിരിക്കുകയാണ്. ഇഗ്നോയിൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇഗ്നോയിൽ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിനൊക്കെ അസൈൻമെൻറ്റ് എഴുതണം. അതും ഒരു 60-70 പേപ്പറൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നത്. കാരണം ഇഗ്നോയിൽ അസൈൻമെൻറ്റിൻ്റെ മാർക്കിന് വളരെയധികം വാല്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് 3 കോഴ്സ് ആയതുകൊണ്ട് തന്നെ 2 കോഴ്സിൻ്റെ എക്സാംസ് വന്നിരുന്നത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഇത് നവംബർ ഡിസംബറിലായിരുന്നു ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമും തിയറിയുടെ എക്സാമും ഈ ഇൻറ്റേൺഷിപ്പ് വരുന്നതും. കൂടാതെ ഞാൻ ഇഗ്നോയിൽ എടുത്ത ഒരു കോഴ്സിൻ്റെ എക്സാമും അസൈൻമെൻറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി ഇടയ്ക്ക് ചോദിച്ചു, ഇങ്ങനെ 3 കോഴ്സൊക്കെ തലയിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ചോദിക്കാനുള്ള കാര്യം, കാരണം ടിൻ ബേബീസ് ഉണ്ട്. ഇപ്പം ടിൻ ബേബീസിൻ്റെ മദേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ബേബീസിനെ നോക്കുന്ന അമ്മമാരുടെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു ഭയങ്കരധികം ഒരു എന്താ പറയുക, ക്രൂഷ്യൽ
സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും നോക്കുന്ന അമ്മമാർക്കും റിസ്ക് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ബേബീസിനെ നോക്കുന്ന അമ്മമാർക്കും റിസ്ക് ഉണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ ബേബീസ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഐഡൻറ്റിക്കൽ ട്വിൻസൊക്കെ ആകുമ്പം ഇതുങ്ങളുടെ സ്വഭാവമൊക്കെ ഏകദേശം ഒരേപോലെ. രണ്ടെണ്ണത്തിനും വാശിയാണെങ്കിൽ വാശി, രണ്ടെണ്ണം കരയാണെങ്കിൽ കരയും. പിന്നെ ഉറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഫുൾ നൈറ്റ് ഉറങ്ങാത്ത അവസ്ഥ, അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെ. വീട്ടിലെല്ലാ കാര്യങ്ങൾ ചെയ്യണം. ഇതിനിടയിൽ കൂടെ ആണല്ലോ ഈ പഠനത്തിലോട്ട് വന്നത്. അപ്പം പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ പോസ്റ്റ്മോർട്ടം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പീരീഡിലൂടെ കടന്നു പോകുന്ന പല അമ്മമാരും ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആകുന്ന അമ്മമാരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. അതായത് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവർ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആകുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡെലിവറിക്ക് ശേഷമുള്ള ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇനി എനിക്ക് മുന്നോട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും, ഇനി ജോലിക്ക് പോകാൻ പറ്റും, 3-4 വർഷം കഴിയില്ലേ എന്നൊക്കെ. ഇത്തരക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആ ടൈം വളരെ ക്വാളിറ്റി ടൈമായിട്ട് കാണുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അമ്മമാർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ക്വാളിഫിക്കേഷൻ നേടാനുണ്ടെങ്കിൽ നേടിയെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയായിരിക്കും. എന്നാലും എനിക്ക് 4 മക്കളാണ്, വീട്ടിലെ A to Z കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 കോഴ്സുകൾ പഠിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് കുഞ്ഞുങ്ങളുടെ ഈ ഉറക്കമൊഴിക്കലും എന്താ പറയുക, വാശിയും വഴക്കൊക്കെ. എൻ്റെ ചുറ്റും എന്നെ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ പകൽ കുഞ്ഞുങ്ങളെ ഉറക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങാത്തത്, കുഞ്ഞുങ്ങളെ പകൽ ഉറക്കരുത്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ ചുറ്റുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ പകൽ ഉറക്കാതിരിക്കുക, അതേപോലെ തന്നെ എൻ്റെ റുട്ടീനിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ കുഞ്ഞുങ്ങളുടെ റുട്ടീൻ അനുസരിച്ചാണ് ഞാൻ പോയത്. അപ്പോൾ അവർ രാത്രി ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ കൂടുതലും പഠിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതും. മാത്രമല്ല, ഞാൻ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി തീർത്തതും ഒക്കെ ഞാൻ ആ ടൈമിലായിരുന്നു. അപ്പം ഞാൻ ഏകദേശം 90, 80 പേപ്പർ, 100 പേപ്പർ വരെയൊക്കെ ഞാൻ അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഇഗ്നോയിൽ 8 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 800 പേപ്പർ എഴുതണം. പക്ഷേ എഴുതിയതിൻ്റെ ഫലം എന്താ വെച്ചാൽ എനിക്ക് നല്ല മാർക്കുണ്ട്. എനിക്ക് 199 വരെ ഞാൻ അസൈൻമെൻറ്റ് എഴുതിയിട്ട് വാങ്ങിയിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത സമയം എനിക്ക് വേണ്ടി ഞാൻ ക്വാളിറ്റി ടൈമായിട്ട് മാറ്റിയെടുക്കുകയും ഞാൻ അസൈൻമെൻറ്റൊക്കെ എഴുതുകയും ചെയ്തു. പിന്നെ വേറെ രസം എന്താ വെച്ചാൽ, അസൈൻമെൻറ്റ് എഴുതുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നൊന്നുമല്ല എഴുതുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെ കുട്ടിക്കുറുമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വീഡിയോ ഇടാനുണ്ട് അസൈൻമെൻറ്റ് എഴുതുമ്പോഴുള്ള അവസ്ഥകൾ. അപ്പം ഞാൻ രാത്രിയിലെ അസൈൻമെൻറ്റ് എഴുതുമ്പോഴുള്ള എൻ്റെ അവസ്ഥകൾ അത് ഞാൻ എന്തായാലും ഉടനെ ഇടുന്നതാണ്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം, ഇപ്പം എൻ്റെ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു. ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു, ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കരഞ്ഞ് വിഷമിച്ച്, അയ്യോ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, ഇവരെന്താ പകൽ ഉറങ്ങാത്ത, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ടെൻഷൻസിലൂടെ പോകുന്നതിനേക്കാളും നല്ലത് ഡൈവേർട്ട് ചെയ്തിട്ട്, എന്തായാലും എൻ്റെ പീരീഡ് ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങില്ല, അപ്പോൾ എനിക്കത് എത്രത്തോളം യൂസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ. വാടി നമ്മുടെ പൊന്നുമോ, വാടി, ഓ വാടേ. വാ 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 ഇത് കണ്ടോ, ഉറങ്ങാനൊക്കെ പറ്റാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലും ഈ ഒരു രീതിയിലുമാണ് ഇവർ കരഞ്ഞ് വാശി പിടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്ക് ഇവർ നോക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേ സമയത്ത് കരഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ റുട്ടീൻ അനുസരിച്ച്, കുഞ്ഞുങ്ങളുടെ റുട്ടീൻസ് അനുസരിച്ച് ഞാൻ പോയത്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രിയിൽ കുറച്ച് ഉറക്കം ഒഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഉറക്കം ഒഴിക്കുന്ന സമയമാണ് ഞാൻ ക്വാളിറ്റി ടൈമായിട്ട് മാറ്റിയത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠനത്തിലേക്ക് തിരിയാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാനും കൂടെയായിരുന്നു ഞാൻ പഠനത്തിലേക്ക് തിരിഞ്ഞത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ വീഡിയോ എടുത്ത് 1 വർഷത്തിന് ശേഷമാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതും പല ദിവസങ്ങളായിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടല്ല ഞാൻ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നു. അപ്പം ഇത്രയും സ്ട്രഗിൾസിനിടയിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനും ഞാൻ സമയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ ഇതിലൂടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യാമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇപ്പം എൻ്റെയും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിരുന്നു 3ാമത്തത്. അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഞാൻ വളരെയധികം സ്ട്രഗിളിങ് ഫേസ് നേരിട്ടുള്ളൊരു വ്യക്തിയാണ്.
3 കോഴ്സുകൾ ചെയ്യുമ്പോഴും ഒരുപാട് തരത്തിലുള്ള സ്ട്രഗിൾസും ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റൊരു ടെൻഷൻസിനെ കവർ ചെയ്യാനും സ്ട്രെസ്സിനെ കവർ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ശരിക്കും പഠനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ആയിട്ട് വിഷമിക്കുന്ന അമ്മമാരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകാതെ വിഷമിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് പേരുടെ വിഷമങ്ങൾ എനിക്ക് നേരിട്ടറിയാം. കാരണം ഞാൻ പ്രഗ്നൻസി പോസിബിൾ ആകാത്ത ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിനിപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഷമമായിട്ട് ആരും കാണാതിരിക്കുക. അത് ഒരു ക്വാളിറ്റി ടൈമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക.